പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ദിവസേനയുള്ള ദൈവവചന ശുശ്രൂഷകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും ദൈവപ്രവർത്തികളും ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ മെസ്സേജിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സകല കഷ്ടതയെയും മറക്കുമാറാക്കുന്ന നല്ലൊരു ദൈവമുണ്ട്. ഇന്നലകളിൽ അനുഭവിച്ച അല്ലെങ്കിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഭാരങ്ങൾ, കഷ്ടതകൾ അതൊരു സാക്ഷ്യമാക്കി ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു കഷ്ടത അനുഭവിച്ചായിരുന്നു, അതിൽ നിന്ന് എന്നെ കർത്താവ് വിടുവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, ചില സൈനുകൾ കർത്താവ് തരാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 51 വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ സകല കഷ്ടതയെയും എൻ്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദിജാതന് മനശ്ശ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. യോസഫ് എന്ന ദൈവമനുഷ്യനെ കുറിച്ച് നാം വളരെയധികം കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. യോസഫിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച പ്രതിസന്ധികൾ, താൻ അനുഭവിച്ച വേദനകൾ. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, ഒരു സമയം കഴിഞ്ഞപ്പോൾ യോസഫ് പറയുന്ന ഒരു പദമാണ്, ഒരു സാക്ഷ്യമാണ്: എൻ്റെ സകല കഷ്ടതകളെയും, തീർന്നില്ല, എൻ്റെ പിതൃഭവനമൊക്കെയും മറക്കുമാറാക്കിയ ഒരു ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്താ അർത്ഥം? തൻ്റെ സകല കഷ്ടതകളെയും, താൻ ഇന്നലകളിൽ കടന്നു വന്ന, താൻ ഇന്നലകളിൽ അനുഭവിച്ച തൻ്റെ കഷ്ടത നമുക്ക് അക്കമിട്ട് ചോദിച്ചാൽ നമുക്കറിയാം. യോസഫിന്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായി മാറി മാറി വന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ എന്താണെന്ന്. വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു, സഹോദരന്മാരാൽ അപമാനിക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ടു. തീർന്നില്ല, അടിമച്ചന്തയിൽ അടിമയായി വിൽക്കപ്പെട്ടു. തീർന്നില്ല, അടിമയായി ജോലി ചെയ്യുന്നിടത്ത് ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിലേക്ക് എറിയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം തൻ്റെ കഷ്ടതയായിരുന്നു. താനൊരു സ്വപ്നം കണ്ടു, താനൊരു ദർശനം കണ്ടു, എന്നാൽ അത് തൻ്റെ കഷ്ടതയാണ്. തൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പക്ഷെങ്കിൽ ചോദിച്ചാൽ, ചിലരോട് ചോദിച്ചാൽ അവർ പറയും, രാത്രിയിൽ കിടക്കുമ്പോൾ റീകളക്ട് ചെയ്യും കഷ്ടതകൾ, വേദനകൾ, കേട്ട പദങ്ങൾ, മുഖത്തിന് നേരെ ശരവേഗത്തിൽ വന്ന കുത്തുവാക്കുകൾ അല്ലെങ്കിൽ അപമാനിക്കപ്പെടലുകളെല്ലാം ചിന്തിക്കുകയും അതിനെ ഓർത്തെടുക്കുകയും ചെയ്യും. ഉറക്കത്തെ കെടുത്തുന്ന നിലയിൽ ചില അപഹാസങ്ങൾ, പരിഹാസങ്ങൾ, അപമാനിക്കപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ യോസഫിനോട് ചോദിച്ചാൽ യോസഫ് പറയും, കാരാഗ്രഹത്തിൽ താൻ കിടക്കുമ്പോൾ യോസഫിനോട് ചോദിക്കുക, യോസഫേ, അങ്ങയുടെ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകളാ മറക്കാൻ കഴിയാത്തത്? താൻ പറയും, എൻ്റെ ഇന്നലകളിലെ അനുഭവിച്ച കഷ്ടതകളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതെന്നെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ അപ്പൻ്റെ മുഖമൊന്ന് കാണാൻ കഴിയുന്നില്ല. തീർന്നില്ല, എൻ്റെ സഹോദരന്മാരോട് കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവരെവിടെയാണ് എന്ന് എനിക്കറിയത്തില്ല. വല്ലാത്ത വേദനയിലൂടെ കടന്നുപോകുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനും അപ്പുറമായി വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, അത് മറക്കുമാറാക്കി ചില സൈനുകൾ, അടയാളങ്ങൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പം യോസഫിന്റെ സകല കഷ്ടതയെയും തൻ്റെ പിതൃഭവനമൊക്കെയും മറക്കുമാറാക്കി എന്ന് പറഞ്ഞാൽ, താൻ അനുഭവിച്ച, ഇന്നലകളിൽ അനുഭവിച്ച സകല കഷ്ടതകളെയും അതിനെ മറക്കുമാറാക്കുന്ന എന്തോ ഒന്ന് തൻ്റെ ജീവിതത്തിൽ ഉളവായി വരികയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. തങ്ങളുടെ സകല കഷ്ടതകളെയും മറക്കുമാറാക്കുന്ന നിലയിൽ
ചിലത് വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞു തുടങ്ങുക. വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. അത് എൻ്റെ കഷ്ടതയെ മറക്കുമാറാക്കുന്ന, എൻ്റെ കഷ്ടത ആരും കാണുന്നില്ല, എൻ്റെ കഷ്ടത ആരും അറിയുന്നില്ല, ഞാൻ ഇങ്ങനെ വേദനയിലൂടെ തന്നെ കടന്നു പോകുന്നു, എൻ്റെ ഈ വേദന എന്നും മാറും എന്നൊക്കെ ചോദിച്ച് വേദനിച്ചിരിക്കുന്ന ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവ് അതിനെ മറക്കുമാറാക്കുന്ന സമയം വെളിപ്പെടുത്താൻ പോവുകയാണ്. എൻ്റെ പിതൃഭവനമൊക്കെയും മറക്കുമാറാക്കി എന്ന് പറയുമ്പോൾ മനുഷ്യ ജനിക്കുന്നു. മനുഷ്യ ജനിക്കുമ്പോൾ യോസഫ് പറയുക, എൻ്റെ അപ്പൻ്റെ മുഖം കാണാതിരിക്കുന്നത് എനിക്ക് സങ്കടമാണ്. എൻ്റെ വീട്ടിനകത്തെ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് വേദനയാണ്. എന്നാൽ മനുഷ്യ ജനിച്ചപ്പോൾ യോസഫ് പറയുക, എൻ്റെ സകല കഷ്ടതയും മറക്കുമാറാക്കിയ, എൻ്റെ പിതൃഭവനത്തെയൊക്കെയും മറക്കുമാറാക്കുന്ന നിലയിലുള്ള ഒരു വലിയ ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെടുകയാ. പ്രിയപ്പെട്ടവരെ, ചിലത് ഉളവായി വരാൻ പോകുക. വിശ്വാസത്തോടാവേ പറഞ്ഞോ, താങ്കളുടെ ജീവിതത്തിൽ ചിലത് ഉളവായി വരാൻ പോകുക, ചിലത് ഉളവായി വരാൻ പോകുക. എന്താ? ചില കഷ്ടതയെ മറക്കുമാറാക്കുന്ന, മുഖത്തൊന്ന് ചിരിക്കാൻ കഴിയാതെ, ഹൃദയത്തിനകത്ത് സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ, കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയിൽ നിന്ന് കഷ്ടതയിലേക്ക് തന്നെ തള്ളിക്കളഞ്ഞ, വേദനയിൽ നിന്ന് വേദനയിലോട്ട് തന്നെ തള്ളിമാറ്റി വിട്ട, ഇന്ന് മാറും എൻ്റെ ദുഃഖം, ഇന്ന് നാളെ മാറും എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞിരുന്നിട്ടും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാതെ, കഷ്ടതകൾ മാറാതെ, കണ്ണുനീരുകൾ മാറാതെ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനകളെ മറക്കുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ, ഇന്നലകളിൽ ഫേസ് ചെയ്ത ചില കഷ്ടതകളെ, ഇന്നലകളിൽ വേദനയോടെ കണ്ണുനീരോടെ കണ്ട ചില വേദനകളെ, കഷ്ടതകളെ മറക്കുമാറാക്കുന്ന നിലയിൽ ചിലത് ഉളവായി വരാൻ പോകുക. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് വാക്യത്തിൽ പറയുന്നത്. യോസഫേ തന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയെ മറക്കുമാറാക്കിയ സംഭവം എന്താ? അതെ, മനുഷ്യ എന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ തന്റെ കഷ്ടതയെ മറന്നുപോകുകയാണ്. ഇന്നലെ അനുഭവിച്ച വേദനകളെ താൻ മറന്നുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വിശ്വാസത്തോടെ ആമേൻ പറയാൻ തയ്യാറുള്ള, ദൈവസന്നിധിയിൽ ഹൃദയത്തെ ഉയർത്തി, കണ്ണുയർത്തി, കർത്താവേ എൻ്റെ ജീവിതത്തിനകത്ത് വലിയവ ചെയ്യും, എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന് പറയാൻ ആമേൻ പറഞ്ഞ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. എൻ്റെ കഷ്ടതകളെ, എൻ്റെ വേദനകളെ, എന്നെ വേദനയ്ക്കകത്തേക്ക് തള്ളിവിട്ട വിഷയങ്ങളെ മറക്കുമാറാക്കുന്ന നിലയിലുള്ള ദൈവപ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും? കർത്താവിന് സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃസന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചില്ല. ദൈവത്തിൻ്റെ പാദാന്തിക നമുക്കായിരിക്കാം. അപ്പ എൻ്റെ ജീവിതത്തിലും അതുപോലെ ഒരു അനുഭവം തരണമേ എന്ന്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ സകല കഷ്ടതയെയും, എൻ്റെ പിതൃഭവനമൊക്കെയും മറക്കുമാറാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. ചിലത് ഉളവായി വരാൻ, ചിലത് സംഭവിപ്പാൻ ഈ ദിവസങ്ങളിൽ, വരും മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ കർത്തൃസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.